بسم الله الرحمن الرحيم. ضيوفنا الكرام، أيها الحفل الكريم، مرحبا بكم أهلا وسهلا في المؤتمر العام الذي تنظمه اللجنة الإسلامية الهندية بعنوان هذا هو الرسول، بالتعاون والتنسيق مع الجمعيات الخيرية المختلفة وجميع فئات الجالية الهندية في أرض قطر الحبيبة. نيابة عن اللجنة الإسلامية الهندية واللجنة المنظمة لهذا المؤتمر نهديكم أطيب التحيات ونهنئكم بمناسبة حلول العام الهجري الجديد، ونرحب بكم إلى هذا المؤتمر الذي سوف يسجل حدثا فريدا رائعا في تاريخ الجالية الهندية في قطر. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ബഹുജന സമ്മേളനത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ സമ്മേളന അധ്യക്ഷൻ VT ഫൈസൽ സാഹിബ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധേയമായ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഖത്തറിലെ പ്രവാസി മലയാളികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പല കാരണങ്ങളാലും ഈ സംഗമത്തിൽ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സമ്പന്നമായ വേദി തന്നെയാണ്. ഖത്തറിലെ പ്രവാസി മലയാളി സംഘടനകളുടെ മുഴുവൻ പ്രാതിനിധ്യവും ഈ വേദിയിലുണ്ട് എന്നത് ഈ വേദിയുടെ അനുഗ്രഹീതമായ ദൈവാനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒത്തുകൂടൽ ദീർഘകാലാടിസ്ഥാനത്തിൽ യോജിക്കാവുന്ന അജണ്ടകളെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുഴുവൻ മലയാളി പ്രവാസി സംഘടനാ പ്രതിനിധികൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, സദസ്സും ആഗ്രഹിക്കുന്നത് ഈ സമുദായം യോജിച്ചു പോകണം എന്ന് തന്നെയാണ്. അതിനെ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കും പ്രവാസി മലയാളി ഓർഗനൈസേഷനുകൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമകാലിക ലോകത്ത് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തിയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കുവാനുള്ളത്. ഇസ്ലാം, അതുപോലെ തന്നെ പ്രവാചകൻ തുടങ്ങിയ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഭാഗങ്ങൾ ആധുനികത സൃഷ്ടിച്ച മനോഘടനക്കകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും ലോകത്തിന്, സമൂഹത്തിന്, സമുദായങ്ങൾക്ക് തെറ്റുപറ്റാറുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായവും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവും, മതമെന്ന് പറഞ്ഞാൽ സങ്കുചിതത്വവും യാഥാസ്ഥികത്വവും പൗരോഹിത്യവും എന്നു തുടങ്ങി ആത്മീയ ആചാര അനുഷ്ഠാനപരതകളിൽ അധിഷ്ഠിതമായ ഒന്ന് എന്നു തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകളും പലപ്പോഴും പ്രവാചകനെ സമകാലിക വായന നടത്തുന്നിടത്ത് സമൂഹത്തിന് അബദ്ധങ്ങൾ വരുത്തി വെക്കാറുണ്ട്. ആ അർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കുന്നിടത്ത് ആധുനിക ലോകത്തിന് നിരന്തരമായി തെറ്റ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് പ്രവാചകന്മാർ എന്ന് വിശുദ്ധ വേദഗ്രന്ഥം വളരെ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആധുനികത നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്ന തലത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് മതത്തിൻ്റെ വിശാലമായ ഭൂമികയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശാലമായ ഭൂമികക്കകത്ത് നിന്നുകൊണ്ട് പ്രവാചകനെ വായിക്കുവാൻ
ഇസ്ലാമിക സമൂഹത്തിനും പൊതുസമൂഹത്തിനും സാധിക്കേണ്ടതുണ്ട്. ദൈവിക ദർശനം, ഇസ്ലാം എന്ന് പറയുമ്പോൾ ദൈവിക ദർശനം എന്ന തലത്തിൽ നിന്നുകൊണ്ട് ആ ദൈവിക ദർശനത്തിൻ്റെ പ്രതിനിധാനവും പ്രചാരണവും പ്രബോധനവും നിർവഹിക്കുവാൻ കടന്നു വന്നവരാണ് പ്രവാചകരെന്ന രീതിയിൽ പ്രവാചകനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ചരിത്രത്തിൽ നിരവധി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം ഈ ദൈവിക ദർശനത്തിൻ്റെ പ്രതിനിധാനവും പ്രബോധനവുമാണ് നിർവഹിച്ചത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ഇങ്ങനെ ചരിത്രത്തിൽ നിരവധി പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിലും മറ്റു ഇതര വേദഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈ പ്രവാചകന്മാരെല്ലാം ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നത് ദൈവിക ഹിതത്തെ പ്രതിനിധീകരിക്കുവാനും അത് ജനങ്ങളോട് പ്രബോധനം ചെയ്യുവാനും വേണ്ടിയാണ്. അവർ പുരോഹിതന്മാർ ആയിരുന്നില്ല. അവർ അവരുടേതായ തുരുത്തുകളിൽ പരിമിതപ്പെട്ട് കിടക്കുന്നവരായിരുന്നില്ല. അവർ ദൈവഹിതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരായിരുന്നു. ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ വയല്ലഹു അൻഹും മിസ്റഹും വല്ലഗലാലല്ലത്തി കാനത്ത് അലൈഹിം, ജനങ്ങളുടെ മുതുകിനെ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ച ജനങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ അറുത്തുമാറ്റി വിപ്ലവത്തിൻ്റെ, വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടാണ് ചരിത്രത്തിൽ പ്രവാചകന്മാർ കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫറോവയോട് മുഖാമുഖം നിൽക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്, നമ്രൂദിനോട് മുഖാമുഖം നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ചരിത്രത്തിൽ ദുരാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും പടവെട്ടുന്ന പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച വിപ്ലവാത്മകമായ ചുവടുവെപ്പുകളെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രത്തിലെ പ്രവാചക പരമ്പരയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന പ്രവാചകനാണ്. പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ആരാണ് പ്രവാചകൻ? ആ പ്രവാചകൻ എന്ത് ദൗത്യമാണ് ഈ ഭൂമിയിൽ നിർവഹിച്ചത്? മഹാനായ പ്രവാചകൻ കടന്നു വന്നു. യത്ലു അലൈഹിം ആയാതിഹി, ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ദിവ്യവചനങ്ങൾ ഒരു ജനതക്ക് പാരായണം ചെയ്തു കൊടുത്തു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. പൂർണ്ണമായ അർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അന്ധകാരത്തിലും മുഴുകിക്കിടന്നിരുന്ന ഒരു ജനവിഭാഗത്തെ വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ സമുദ്ധരിച്ച, സംസ്കരിച്ച ഒരു പുതിയ വഴിത്താരയിലൂടെ അവരെ മുന്നോട്ട് നയിക്കുവാൻ ചരിത്രത്തിൽ പ്രവാചകന്മാർക്ക് സാധിച്ചു. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ധർമ്മം നിർവഹിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രവാചകന്റെ ധർമ്മം എന്ന് പ്രവാചകൻ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തി. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ മൂല്യങ്ങളുടെയും എല്ലാ സ്വഭാവ ഗുണങ്ങളുടെയും എല്ലാ നന്മകളുടെയും പ്രകാശനമാണ്, എല്ലാത്തിൻ്റെയും പൂർത്തീകരണമാണ് ഞാൻ ഈ എൻ്റെ ജന്മത്തിലൂടെ, എൻ്റെ നിയോഗത്തിലൂടെ പൂർത്തീകരിക്കാൻ പോകുന്നത് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ പരിചയപ്പെടുത്തിയതും നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ മക്കയിൽ വന്ന പ്രവാചകൻ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുകയാണ്. ഒരു വിപ്ലവത്തിന് പ്രവാചകൻ നേതൃത്വം കൊടുക്കുകയാണ്. രക്തരഹിതമായ വിപ്ലവത്തിനാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 23 വർഷക്കാലം കൊണ്ട് മഹാനായ പ്രവാചകൻ ഒരു ജനതയെ മാറ്റുകയാണ്. വ്യക്തിയിൽ നിന്ന് പ്രവാചകന്റെ മാറ്റത്തിൻ്റെ പ്രക്രിയ ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തിയെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകൻ വളർത്തിയെടുത്തു. കുടുംബത്തെ പ്രവാചകൻ ഭദ്രമാക്കി. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ, ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ, ഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ യൂണിറ്റ് അവരുടെ കുടുംബമാണ്. ഭദ്രമായ കുടുംബത്തിൽ നിന്നാണ് ഭദ്രമായ സാമൂഹ്യ നിർമ്മിതി സാധ്യമാകുന്നത് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശിഥിലമായ കുടുംബഘടനയിൽ നിന്നും ശിഥിലമായ സമൂഹമാണ് രൂപപ്പെട്ടു വരിക എന്ന കാര്യത്തിൽ നമുക്ക് തർക്കവുമില്ല. അതുകൊണ്ട് സുന്ദരമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയെ ലക്ഷ്യം വെച്ച മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭദ്രമായ കുടുംബ രൂപീകരണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയതായി ചരിത്രത്തിൽ നമുക്ക്
നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ പ്രവാചകൻ ഒരു സമൂഹത്തെ നിർമ്മിച്ചോ, വൈവിധ്യത്തോടു കൂടിയുള്ള സമൂഹം. അതുപോലെ തന്നെ ഒരു പുതിയ നാഗരികത, ഇസ്ലാമിക ഐഡിയോളജിയുടെ അടിത്തറയിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ കെട്ടിപ്പടുത്തോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചോ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, ഇതൊരൊറ്റ സമൂഹമാണ്. എല്ലാ വൈവിധ്യത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ലോകത്തിന് മാതൃകയായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ 23 വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്കൊടുവിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു സമൂഹത്തിനും ഒരു നാഗരികതക്കും ജന്മം നൽകിയതിന് ശേഷം പറഞ്ഞു, ഇത് ലോകത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒറ്റ സമൂഹമാണ്. ലോകത്തോട് മഹാനായ പ്രവാചകൻ വിട പറഞ്ഞു. എങ്ങനെയാണ് പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞത്? തൻ്റെ 6-ാം നൂറ്റാണ്ടിലെ ജീവിതത്തെ അവശേഷിപ്പിച്ചുകൊണ്ട് മാത്രമല്ല, 6-ാം നൂറ്റാണ്ടിന് ശേഷവും ലോകം മുന്നോട്ട് പോകുമ്പോൾ, ജനത മുന്നോട്ട് പോകുമ്പോൾ, ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകളോട് സംവദിക്കുവാനുള്ള ഇസ്ലാമിനകത്തെ നവീകരണ പ്രക്രിയയുടെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞത്. ഈ ദർശനം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നടത്തണം. ഈ ദർശനവുമായി മുന്നോട്ട് പോകുന്ന ജനവിഭാഗത്തിന് കാലഘട്ടത്തോട് സംവദിക്കാനുള്ള കരുത്തുണ്ടാകണം. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ പുതിയ പ്രവണതകളോട് എങ്ങനെയാണ് സംവദിക്കേണ്ടത്, പുതിയ സംവാദ മുഖങ്ങൾ എങ്ങനെയാണ് തുറക്കേണ്ടത്, പുതിയ വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ഇജ്തിഹാദ് എന്ന് പറയുന്ന ഗവേഷണത്തിൻ്റെ നവീകരണത്തിൻ്റെ ഒരുപാട് സങ്കേതങ്ങൾ തുറന്നു വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നവലോകത്തോട് പ്രവാചകന്റെ ദർശനം സംവദിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിൽ മഹാനായ പ്രവാചകൻ ചർച്ചയാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലെ മുഖ്യ പ്രതിയോഗിയായി പ്രവാചകനെ പ്രതിസ്ഥാനത്ത് ഈ രാജ്യത്ത് തിന്മയുടെ കൊടിവാഹകർ കുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കറിയാമല്ലോ, ആധുനികതയുടെ നവലോകത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ നവലോകം തേടുന്ന പ്രവാചകൻ എന്ന് നാം പറയുമ്പോൾ ആധുനികതയുടെ പ്രവണതയും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് പുതിയ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന ക്രൈസിസ്? നമുക്കെല്ലാവർക്കും അറിയാം. അത് നേരത്തെ ഇവിടെ ചിലരെല്ലാം പരാമർശിച്ചതാണ്. ഒന്നാമതായി സാമ്പത്തിക രംഗത്തുള്ള ക്രൈസിസാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയെ ലോകം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ ഇലക്ഷൻ നടന്ന ഘട്ടത്തിൽ റോംനിയും അതുപോലെ തന്നെ ഒബാമയും മുഖാമുഖം നിന്നപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഉത്തരം കണ്ടെത്താൻ കഴിയാതെ അമേരിക്ക പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഒന്നാമതായി അത് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടങ്ങളിൽ നിങ്ങൾക്ക് പ്രവാചകനെ വായിക്കാൻ കഴിയും. പ്രവാചകൻ പ്രതിനിധീകരിച്ച അതിൻ്റെ സാമ്പത്തിക സിദ്ധാന്തത്തെ വായിക്കാൻ കഴിയും. രണ്ടാമത്, എന്താണ് ലോകം നേരിടുന്ന പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടുംബ ശൈഥില്യമാണ്. ആഗോളതലത്തിൽ തന്നെ ഇതൊരു പ്രശ്നമായി രൂപപ്പെട്ടിരിക്കുകയാണ്. പാശ്ചാത്യ നാടുകളിൽ ഇന്ന് അരാജകത്വത്തിലേക്ക് കുടുംബഘടന കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. ജാരസന്ധതികളുടെ ജന്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹമോചിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ വിവാഹം കഴിക്കാതെ അരാജകത്വത്തിലേക്ക് കുടുംബജീവിതം തള്ളി നീക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പാശ്ചാത്യ നാടുകളിൽ. കുടുംബം എന്ന് പറയുന്ന കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരുപക്ഷെ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ അടിസ്ഥാനപരമായ യൂണിറ്റായി വർത്തിക്കുന്ന കുടുംബ ശൈഥില്യം ആധുനിക കാലഘട്ടം നേരിടുന്ന കനത്ത വെല്ലുവിളിയാണ്. മൂന്നാമത് ഞാൻ പറയുക, വംശീയതയാണ് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഈ പറയപ്പെട്ട ആധുനികത അഭിമുഖീകരിക്കുന്ന പുതിയ പ്രവണതകളുമായി ബന്ധപ്പെട്ട് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസക്തമാകുന്ന അധ്യാപനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. 500 വർഷത്തോളം യൂറോപ്പ് പ്രചരിപ്പിച്ചതെന്താണ്? 500 വർഷത്തോളം യൂറോപ്പ് ലോകത്തെ പഠിപ്പിച്ചതെന്താണ്? അത് വംശീയതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ്. ദേശവംശ അതിർത്തികൾക്കപ്പുറത്ത് മനുഷ്യനെ കാണാനുള്ള അകക്കണ്ണ് നഷ്ടപ്പെട്ട രാജ്യങ്ങളാണ് യൂറോപ്പ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് യൂറോപ്പ് ലോകത്തോട് പറഞ്ഞത്, യൂറോപ്പ് ലോകത്തെ കണ്ടത് സിവിലൈസ്ഡ് പീപ്പിൾ, ഞങ്ങളാണ് സംസ്കൃത ചിത്തരായ ജനവിഭാഗം. അൺസിവിലൈസ്ഡ് പീപ്പിൾ, സിവിലൈസ്ഡ് കൺട്രി, അൺസിവിലൈസ്ഡ് കൺട്രി. ഇവിടെ പരിഷ്കൃത സമൂഹമുണ്ട്, ഇവിടെ അപരിഷ്കൃത സമൂഹവുമുണ്ട്. ഇവിടെ പരിഷ്കൃത രാജ്യമുണ്ട്, ഇവിടെ അപരിഷ്കൃത രാജ്യവുമുണ്ട്. ഏതാണ് പരിഷ്കൃത രാജ്യം എന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ്. ഏതാണ് പരിഷ്കൃത സമൂഹം എന്ന് ചോദിച്ചാൽ അത് യൂറോപ്യന്മാരാണ്. ആരാണ് അപരിഷ്കൃതർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഏഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ട് അപരിഷ്കൃതരോട് പ്രാകൃതമായി പെരുമാറുക എന്നത് യൂറോപ്പ് ഇന്ന് വരെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന നയനിലപാടുകളാണ്. റെഡ് ഇന്ത്യൻ വംശജര ക്രൂരമായ വംശഹത്യക്ക് വിധേയമാക്കിയതിന്
കഴിഞ്ഞതിന് ശേഷമാണ് ഈ നരവേട്ടക്ക് അവർ തുടക്കം കുറിക്കുന്നത് എന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ആ അർത്ഥത്തിൽ ലോകത്തെ മനുഷ്യരെ ഒന്നായി കാണാൻ കഴിയാത്ത വംശവെറിയന്മാർ എന്ന് പറയുന്നതാണ് ആധുനികത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും അടിസ്ഥാനമായ കാരണം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് വൈവിധ്യത്തെ ചേർത്ത് നിർത്തുന്ന പ്രവാചകൻ പ്രസക്തമാകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മഹാനായ പ്രവാചകനും ആധുനിക ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും രണ്ടറ്റത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. വംശ ദേശ പരിധിക്കകത്തിൽ നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തോട് സമീപനം സ്വീകരിക്കുന്ന യൂറോപ്പിനകത്ത് വംശദേശ അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് അതിനെ തച്ചുടച്ചുകൊണ്ട് ഏകമാനവികതയെ സ്ഥാപിച്ചു എന്നതാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്ത് നിർവഹിച്ച ദൗത്യം എന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ പേർഷ്യക്കാരനായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഷുഹൈബ് സൽമാൻ അൽ ഫാരിസി ഉണ്ടായിരുന്നു, റോമക്കാരനായ ഷുഹൈബ് ഉണ്ടായിരുന്നു, അടിമയായ ബിലാൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഖുറൈശിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ചുറ്റും അടിമയായ ബിലാലിൻ്റെയും ഖുറൈശിയായ അബൂബക്കറിൻ്റെയും കൂടെ നിർത്തിക്കൊണ്ട് അവർക്കകത്തുണ്ടായിരുന്ന വിവേചനത്തിൻ്റെ തട്ടുകൾ തട്ടിത്തകർത്തുകൊണ്ട് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിനിടയിൽ സാമൂഹ്യ സമത്വത്തിൻ്റെ ഉജ്ജ്വലമായ സന്ദേശം നൽകുകയുണ്ടായി. അവിടം കൊണ്ട് തീർന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കളായ ആളുകളെയും ഒരു രാജ്യം എന്ന അർത്ഥത്തിൽ, ഒരു ജനത എന്ന അർത്ഥത്തിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് നിർത്തി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുമ്പോൾ ആ ഉമ്മത്തിനകത്ത് വേദക്കാരുണ്ട്, ആ ഉമ്മത്തിനകത്ത് വ്യത്യസ്തമായ ആശയഗതിക്കാരുണ്ട്. അവരോട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യകരമായ സംവാദത്തിന് സന്നദ്ധമായിട്ടുണ്ട്. ആരോഗ്യകരമായ സംവാദത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ സംവാദത്തിൻ്റെ മുഖം തുറക്കുകയും അതിനപ്പുറത്ത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ സൗഹൃദത്തിൻ്റെ പുതിയ ഭൂമിക സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ വേദഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നു. വൈവിധ്യം എന്ന് പറയുന്നത് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടതാണ്. ദൈവം തമ്പുരാൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ജനതയെ സൃഷ്ടിക്കുമായിരുന്നു. അഭിപ്രായ ഭിന്നതകളെ അതുപോലെ തന്നെ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുത്തതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ ബഹുസ്വര സമൂഹത്തോട് സംവദിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുന്നോട്ട് പോയത്. ഞാൻ ഓർത്തുപോകുന്നു, ഇവിടെ ബഹുമാന്യനായ ശ്രീ പ്രി സുരേന്ദ്രൻ നമ്മോട് വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണം ഇവിടെ നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യത്തിൽ സൂചിപ്പിച്ചുവല്ലോ, കൊല്ലക്കടയിൽ എങ്ങനെയാണ് സൂചി വിൽക്കുക എന്ന്. എത്ര സമർത്ഥമായി വിൽക്കാൻ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വായിക്കുകയുണ്ടായി. ഒരിക്കൽ മഹാനായ പ്രവാചകനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, പ്രവാചകൻ സാധിച്ച വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ വിപ്ലവത്തിൻ്റെ വസന്തം വിരിയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർത്തു പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വസന്തത്തെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഞാൻ വസന്തത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് പൂക്കളുള്ള വൈവിധ്യമാർന്ന പൂക്കളുള്ള മലർവാടിയാണ്, അല്ലെങ്കിൽ പൂന്തോട്ടമാണ്. അതിനകത്ത് സുഗന്ധം വമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ പൂവുള്ള, ഒരേ ചെടിയുള്ള, ഒരേ നിറമുള്ള പൂന്തോപ്പ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ സാന്ദർഭികമായി ഉണർത്തുവാൻ ആഗ്രഹിക്കുന്ന വൈവിധ്യത്തിൻ്റെ പൂന്തോപ്പ് സൃഷ്ടിച്ചിട്ടാണ് ലോകത്തിൻ്റെ നാഥൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിട പറഞ്ഞത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സമൂഹത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളും പ്രവാചകന്റെ നാഗരികത, പ്രവാചകന്റെ സാമൂഹ്യ നിർമ്മിതിയിൽ അവരവരുടേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് പ്രവാചകന്റെ പിതൃതുല്യനായി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ നിന്നത്? അബൂ താലിബാണ് പ്രവാചകന്റെ കൂടെ നിന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അബൂ താലിബ് പ്രവാചകന് പിതൃതുല്യനാണ്. എന്നാൽ അബൂ താലിബ് പ്രവാചകന്റെ വിശ്വാസത്തിലാണോ? അല്ല. അതേസമയം അബൂ താലിബ് പ്രവാചകന് പിതൃതുല്യനാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വളരെ രഹസ്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രയാണം, പലായനം നടക്കുന്ന ഘട്ടം, ആ പലായനം നടക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പലായനത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുവാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹായിയായി കൂടെ കൂട്ടുന്നത് അബ്ദുല്ലാഹി ഇബ്നു
ഉറൈഖിൽ എന്ന് പറയുന്ന അവിശ്വാസിയായ വിശ്വാസിയല്ലാത്ത ഒരു സുഹൃത്താൻ. അതും കഴിഞ്ഞിട്ട് ത്വായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ മുത്ഇം ഇബ്നു അദിയ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ മറുപക്ഷത്ത് പ്രവാചകന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിക്കുന്ന അവിശ്വാസിയായ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശനിഷ്ഠമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ആ സമൂഹത്തെ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാമൂഹ്യ നിർമ്മിതിക്കകത്ത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ വൈവിധ്യങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് പ്രവാചകൻ പ്രസക്തമാകുന്നത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വൈവിധ്യം ഇഷ്ടപ്പെടാത്ത നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ വൈവിധ്യത്തിൻ്റെ ആത്മീയാവിഷ്കാരമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവ വസന്തത്തെക്കുറിച്ച് ഇവിടെ പലരും പരാമർശിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവ വസന്തത്തിനകത്തും ഈ വൈവിധ്യത്തിൻ്റെ ആത്മീയ ആവിഷ്കാരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ആ ആത്മീയ ആവിഷ്കാരത്തോടുകൂടി ലോകത്ത് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികൾ നടത്തിയ നിരവധി ജൽപ്പനങ്ങൾ ഉട്ടോപ്യൻ ചിന്താഗതികളാണ്, അല്ലെങ്കിൽ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന ജൽപ്പനങ്ങളായിരുന്നു എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവർ ടെററിസ്റ്റുകളാണ്, അതുപോലെ തന്നെ ഫണ്ടമെന്റലിസ്റ്റുകളാണ്, അതുപോലെ തന്നെ ലോകത്ത് അപകടകാരികളാണ്. ഇത്തരം നിരവധി കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ 5 പതിറ്റാണ്ട് കാലമായി അസ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഭൂമിക സൃഷ്ടിക്കുവാൻ ഈ മുദ്ര ചാർത്തപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ സാധിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഐഡിയോളജിയാണ് എന്ന് താങ്കൾ നാഴികക്ക് 40 വട്ടം ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിപ്ലവത്തിൻ്റെ ജാസ്മിൻ പുഷ്പത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ടുള്ള വസന്തം വിരിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ അസ്ക്യത പൂണ്ട ജനവിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാചക നിന്ന എന്ന് നാം മനസ്സിലാക്കണം. ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. അഥവാ ലോകം തിരിച്ചറിയുന്നു, വസന്തം വിരിയിക്കുന്ന വിപ്ലവത്തിന് അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ വസന്തം വിരിയിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിന് ഭീകരവാദം എന്ന നാമകരണം ചേരുകയില്ല എന്ന ലോകം തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഭീകരമുദ്ര ചാർത്തുവാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചന നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്ന ഒരു ജനത സ്വാഭാവികമാണ്, അതിനോട് പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ജനത സ്വാഭാവികമാണ്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ നീക്കങ്ങൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന ഫിലിമുമായി ബന്ധപ്പെട്ടതായാലും, അതുപോലെ തന്നെ കാർട്ടൂണുകളുമായി ബന്ധപ്പെട്ടതായാലും, അതുപോലെ തന്നെ സിനിമകളുമായി ബന്ധപ്പെട്ടതായാലും ഇതിൻ്റെ പിന്നിൽ വംശീയമായ ഒരു അജണ്ടയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, സാമ്രാജ്യത്വ സയനിസ്റ്റ് ബാന്ധവം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, അതിനെ തിരിച്ചറിവോടുകൂടി നേരിടുവാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരട്ടത്താപ്പ് കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്കിടയിലെ ഇരട്ടത്താപ്പ് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാമല്ലോ, വിയോജിക്കുവാൻ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ മൗലികമായ ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇബ്ലീസ് വിയോജിച്ചിട്ടുണ്ട്. ആ വിയോജിച്ച ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിനക്ക് അന്ത്യദിനം വരെ വിയോജിക്കാമെന്നാണ്. ഡെമോക്രസിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്ത് ഡെമോക്രസിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പലരും ഒരുപാട് ഗിരിപ്രഭാഷണങ്ങൾ നടത്താറുള്ളത്. ആ ഡെമോക്രസിയുടെ വക്താക്കൾക്ക് പോലും വിയോജിപ്പിൻ്റെ ശക്തികളെ യഥാർത്ഥത്തിൽ വകവെച്ചു കൊടുക്കാൻ കഴിയാറുണ്ടോ എന്ന് ആധുനിക പ്രവണതകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ ഡെമോക്രസിക്കകത്ത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹാനായ പ്രവാചകൻ ആ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്ത പ്രവാചകനാണ്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഭിപ്രായമാരായുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് ദിവ്യ വെളിപാടുണ്ട് എന്നിരിക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് വിയോജിക്കാനുള്ള അനുവാദം അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ശക്തമായ അഭിപ്രായമുള്ള വ്യക്തിത്വമാണ്, നിലപാടുള്ള വ്യക്തിത്വമാണ്, ആ നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ്. എന്നിട്ടും ഒരു ഘട്ടത്തിൽ തൻ്റെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അറേബ്യൻ ജനതയിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പുരുഷന് താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരമാകുമാർ അവിടെയുള്ള മഹറിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മഹാനായ ഉമറുൽ
ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹറിന്റെ അളവൊന്ന് കുറക്കട്ടെ, എന്നിട്ട് ഇവിടെയുള്ള പുരുഷന്മാർ, പുറഞ്ഞിറങ്ങി നിൽക്കുന്ന പുരുഷന്മാരൊന്ന് കല്യാണം കഴിക്കട്ടെ എന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിൻഗാമിയായി അധികാരത്തിലിരിക്കുന്ന ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ എണീറ്റ് നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഉമർ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ച അനുവാദത്തിൽ നിന്ന് ഇസ്ലാം ഞങ്ങൾക്ക് വകവെച്ച് തന്ന ആനുകൂല്യത്തിൽ നിന്ന് വെട്ടിച്ചുരുക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അത് ദൈവികമായ മൂല്യമാണ്, അതുപോലെ തന്നെ അത് ഇസ്ലാമിന്റെ മൗലികമായ സ്വഭാവമാണ്. വിയോജിപ്പുകളോട് സംവദിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വേദക്കാരോട് വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നത് എന്താണ്? തആലൗ ഇലാ കലിമത്തിൻ സവാഉൻ ബൈനനാ വ ബൈനകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ സംവാദത്തിന്റെ തുറന്ന ഭൂമിയിലേക്ക് ക്ഷണിക്കുന്ന, ആരോഗ്യകരമായ സംവാദത്തിന്റെ ഭൂമിക തുറന്നു വെച്ച തത്വശാസ്ത്രമാണ് ഇസ്ലാമിക ദർശനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വിയോജിപ്പിന് ആർക്കും ഇവിടെ യാതൊരു പരാതിയുമില്ല. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നത് വിയോജിപ്പുകളല്ല, നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അധിക്ഷേപങ്ങളാണ്, അവഹേളനകളാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ന് സംസ്കാര സമ്പന്നമായ ഒരു ജനവിഭാഗത്തിന് യോജിച്ചതാണോ എന്ന ചോദ്യമാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വിയോജിക്കാം, പ്രവാചകനോട് വിയോജിക്കാം, ഇസ്ലാമിക ദർശനത്തോട് വിയോജിക്കാം, ഇസ്ലാമിന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളോട് വിയോജിക്കാം, ഇസ്ലാമിന്റെ സ്ത്രീ സംബന്ധമായ നിലപാടുകളോട് വിയോജിക്കാം. വിയോജിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകളുമായി നമുക്ക് സംവദിക്കാം. പക്ഷേ അതിനപ്പുറം വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് അതിന് സമാനമാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, എങ്കിൽ എന്തേ ഹോളോകാസ്റ്റുകൾക്കെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരാത്തത്? എന്തേ അത്തരത്തിൽ അവർ മാനിക്കുന്ന ഉത്തരവാദപ്പെട്ട വ്യക്തികൾക്കെതിരെ എന്താ അത്തരം പരാമർശങ്ങൾ വന്നാൽ സംഭവിക്കുന്നത്? അതും നമുക്ക് പാശ്ചാത്യ നാടുകളിൽ നിന്ന് തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ അർത്ഥത്തിൽ ഇതിനെ തിരിച്ചറിഞ്ഞ്, നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ, ഈ ചുണ്ടയിൽ കുടുങ്ങാതെ മാന്യമായി അതിനെ മറികടക്കുവാൻ ഒരു രാജ്യത്തെ, ഒരു ലോകത്തെ, ഒരു ജനതയെ ആധുനിക കാലഘട്ടത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന വിപ്ലവകാരികളായ നമുക്ക് യഥാർത്ഥത്തിൽ സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല. ചരിത്രത്തിൽ പ്രവാചകന്റെ ജന്മം തൊട്ട്, പ്രവാചകന്റെ നിയോഗം തൊട്ട് ലോകത്ത് ആരംഭിച്ചതാണ്. ആ നിയോഗം തൊട്ട് പ്രവാചകന് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തൻ എന്ന് ആക്ഷേപിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ നിരന്തരമായി പിടികൂടിയിരുന്ന ഒരുപാട് പ്രതിയോഗികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഉയർന്ന സമീപനം ആധുനിക കാലഘട്ടത്തിൽ നമുക്കും സ്വീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ നിന്ന എത്രമാത്രം അപകടകരമാണോ അതുപോലെ അപകടകരമാണ് യഥാർത്ഥത്തിൽ പ്രവാചക നിന്നയിൽ പ്രകോപിതരാകുന്നതും മുസ്ലിം സമൂഹം എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചക നിന്ന പോലെ പ്രധാനമാണ്, അല്ലെങ്കിൽ പ്രവാചക നിന്ന പോലെ മറ്റൊരു പ്രവാചക നിന്നയാണ് പ്രവാചക നിന്നയുടെ പേരിൽ പ്രകോപിതരാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രകോപനം ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രകോപനം സൃഷ്ടിക്കുന്നതും പ്രകോപിതനാകുന്നതും ഇസ്ലാം വകവെച്ച് തന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. കഅബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന പ്രവാചകനെ അതിക്രൂരമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്ത വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മാപ്പ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ത്വായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത പീഡനമുറകളേറ്റ്, കല്ലേറേറ്റ്, അതുപോലെ തന്നെ ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ത്വായിഫിൽ നിന്ന് തിരിച്ചു പോരുന്ന ഘട്ടം നമ്മുടെ എല്ലാവരുടെയും ചരിത്രബോധത്തിലുള്ളതാണ്. അങ്ങനെ കടന്നു വരുന്ന പ്രവാചകൻ ഏതോ ഒരിടത്ത് വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ദൈവികമായ ഇടപെടൽ സംഭവിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഈ രണ്ട് മലകൾക്കിടയിൽ വെച്ചുകൊണ്ട് താങ്കളുടെ പ്രതിയോഗികളെ ഞങ്ങൾ നശിപ്പിച്ചു കളയട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ മറുപടിയുണ്ട്, അവർ വിവരമില്ലാത്തവരാണ് നാഥ, അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കണേ നാഥ, തന്നെ കല്ലെറിഞ്ഞ ജനവിഭാഗത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പടച്ചറബിനോട് പ്രാർത്ഥിച്ച പാരമ്പര്യമുള്ള പ്രവാചകന്റെ അനുചരന്മാർ ആ പാരമ്പര്യത്തെ അനുധാവനം ചെയ്തുകൊണ്ട് പ്രവാചകനോട് പ്രതികരിക്കുന്ന ഒരു സംസ്കാരം നമുക്കിടയിലും വളർത്തിയെടുക്കേണ്ടതാണ്. ലോകം പ്രവാചകനെ കുറിച്ചുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ലോകത്ത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൂടുതൽ പ്രസരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, എന്നെല്ലാം ഇസ്ലാം വിവാദ ചുഴിയിൽ അകപ്പെട്ടിട്ടുണ്ടോ, എന്നെല്ലാം മഹാനായ പ്രവാചകൻ വിവാദ നായകനായി രാജ്യത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, ആ വിവാദത്തിൻ്റെയൊക്കെ ഗുണഫലം എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രവാചകനെ കുറിച്ചറിയാൻ, ആ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ, എന്നിട്ട് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ കണ്ടെത്താൻ,
എന്നിട്ട് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നിറകണ്ണുകൾ പൊഴിക്കാൻ ഈ രാജ്യത്തെ ജനവിഭാഗം സന്നദ്ധമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ വിവാദങ്ങളും ആ വിവാദത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകോപനം സൃഷ്ടിക്കാതെ ആ വിവാദത്തിന്റെ ഘട്ടത്തിൽ ആ ജനതയ്ക്ക് മുമ്പ് ആ വിവാദ നായകന്റെ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുവാൻ ഏതളവിൽ നമുക്ക് സാധിക്കുന്നുവോ ആ അളവിലാണ് പ്രവാചകൻ നിന്നയെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫി വഅരിദ് അനിൽ ജാഹിലീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. മാപ്പാക്കി കൊടുത്ത ജാഹിലിയങ്ങളുടെ ഭാഗത്ത് നിന്ന് വിട്ടൊഴിഞ്ഞു മാറി നാം നമ്മുടേതായ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രയാണം തുടരുക എന്നതാണ് ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, അതുകൊണ്ട് നിങ്ങൾ തിന്മയെ തടയിടേണ്ടത് ഏറ്റവും നല്ല നന്മ കൊണ്ടാണ്. തിന്മയെ തിന്മ കൊണ്ട് തടയുക, കൊലയെ കൊല കൊണ്ട് തടയുക, അധർമ്മത്തെ അധർമ്മം കൊണ്ട് തടയുക, നിന്നയെ മറുനിന്ന കൊണ്ട് തടയുക, അക്രമത്തെ അക്രമം കൊണ്ട് തടയുക. ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ തിന്മയെ തടയിടുക എന്ന് പഠിപ്പിച്ച പ്രവാചകനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിനിധീകരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഈ അർത്ഥത്തിലുള്ള ഒരു പ്രവാചകൻ സമകാലിക ലോകം തേടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനാണ്. നമുക്കറിയാമല്ലോ, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം. വലൗ കുൻതു ഫല്ലൻ അലീലൽ ഖൽബി വലൗ കുൻതു ഫല്ലൻ അലീലൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കളെങ്ങാനും ഏറ്റവും വല്ല പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ ഈ ജനത താങ്കളുടെ ചുറ്റിൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുവാൻ, ആ വ്യക്തിത്വത്തെ പ്രബോധനം ചെയ്യുവാൻ, ആ വ്യക്തിത്വത്തെ സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിക്കുവാൻ സമകാലിക ലോകത്ത് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് അത്തരം ഒരു വിപ്ലവത്തിൻ്റെ ഒരു ആരവൻ ലോകത്തിൻ്റെ ദിക്കായ ദിക്കുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകനെ ലോകം വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നാണ് മഹാനായ പ്രവാചകന് നേരെയുള്ള പ്രവാചക നിന്ദയും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തിലേക്ക് ചെല്ലുമ്പോൾ ആർക്കാണ് പ്രവാചകനെ അധിക്ഷേപിക്കാൻ കഴിയുക? ആർക്കാണ് പ്രവാചക വ്യക്തിത്വത്തെ അവമതിക്കാൻ കഴിയുക? ആളുകളെ കണ്ടുമുട്ടുന്നിടത്തുള്ള പ്രവാചകന്റെ ആർദ്രത നമുക്കറിയാം. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, ലൻ യൻസഗ യദഹു മിൻ യദിഹി വലാ യസ്രിഫു വജ്ഹുഹു അൻ വജ്ഹിഹി വലൻ യുറാ മുഖദ്ദിമൻ റുക്ബതൈഹി ബൈന യദൈഹി. ദീർഘമായ ഒരു ഹദീസിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നത്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ കൈ കൊടുത്താൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആദ്യം കൈവരിക്കാറുണ്ടായിരുന്നില്ല. ഹസ്തദാനം ചെയ്താൽ ആ ഹസ്തദാനം പിടിച്ചു നിൽക്കുന്ന പ്രവാചകൻ, അതുപോലെ തന്നെ മുഖത്തോട് മുഖം നോക്കിയാൽ അപരൻ്റെ മുഖം തിരിക്കുന്നതിന് മുമ്പ് മുഖം തിരിക്കാത്ത പ്രവാചകൻ, അതുപോലെ വട്ടമിട്ടിരുന്നാൽ ആ വട്ടമിട്ടിരിക്കുന്നവർക്കിടയിൽ മുണ്ടിക്കാതെ എല്ലാവരോടും ഒപ്പം മുട്ട് ചേർത്ത് വെച്ച് നിൽക്കുന്ന പ്രവാചകൻ, വിനയാന്വിതനായ പ്രവാചകൻ. അതാണ് ചരിത്രത്തിൽ നിന്ന് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. ഒരിക്കൽ റസൂലിനോട് ചോദിച്ചല്ലോ, കം ഔഫു അനിൽ ഖാദിം, ഞാൻ എൻ്റെ സേവകന്, ഞാൻ എൻ്റെ ഖാദിമിന്, വൃത്യന് ഞാൻ എത്രമാത്രമാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ല യൗമിൻ 70 മറ, ഒരു ദിവസം 70 തവണ നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. തൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ സഹജീവിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടത് ഒരൊറ്റ ദിവസം 70 തവണയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന് എങ്ങനെയാണ് സഹജീവിയോട് സഹാനുഭൂതിയോടുകൂടിയല്ലാതെ പ്രതികരിക്കാൻ സാധിക്കുക എന്ന് നാം മനസ്സിലാക്കണം. ജീവജാലങ്ങളോട് നേരത്തെ ഇവിടെ പലരും പറഞ്ഞതാണ്, ഇത്തക്കുള്ള. ഒരിക്കൽ പ്രവാചകൻ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന ഘട്ടത്തിൽ വയറൊട്ടിയ ഒരു ഒട്ടകത്തെ കാണുന്നു. ആ വയറൊട്ടിയ ഒട്ടകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ഉടമ? ആരാണ് ഇതിൻ്റെ ഉടമ എന്ന് ചോദിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞത്, ഇത്തഖുല്ലാ ഫി ഹാദിഹിൽ ബഹായിമിൽ മുഅ്ജമ. യഥാർത്ഥത്തിൽ ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹുവിനെ നീ ഭയപ്പെടണം. എന്തിൻ്റെ കാര്യത്തിൽ? ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ. കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കെട്ടതിൻ്റെ പേരിൽ അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണം. ഒരു പക്ഷേ നിനക്കതിനെ ഉപയോഗിക്കാൻ നന്നായിട്ട്, അങ്ങനെ നീ അതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന് നീ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക. നന്നായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അതിന് നീ നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളുടെ കാര്യത്തിൽ പഠിപ്പിക്കുന്നു. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുചരന്മാരുമായിട്ട് ഒരു യാത്രയിൽ ഒരിടത്ത് വിശ്രമിക്കെ അല്ലാഹു
അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരിൽ നിന്ന് മാറി നിന്ന് എന്നിട്ട് ദൂരെ പോയിട്ട് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ പ്രവാചകന്റെ അനുചരന്മാരിൽ ഒരാൾ ആ മരക്കൊമ്പത്തിരിക്കുന്ന ഒരു കിളിക്കൂട്ടിൽ നിന്ന് ഒരു ചെറിയ കിളിക്കുഞ്ഞിനെ എടുത്തിട്ട് കൗതുകത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്തേക്ക് ആ കിളിക്കുഞ്ഞുമായി വരുന്ന തൻ്റെ സുഹൃത്തിനെ പ്രവാചകൻ കണ്ടോ. അതേസമയം ആകാശത്ത് വെട്ടം വിട്ട് പറക്കുന്ന അമ്മക്കിളിയെയും പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവയോട് ചോദിച്ചോ, എടോ ആരാണ് നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? നീ കാണുന്നില്ലേ ആ കൊച്ചു കിളിയുടെ അമ്മക്കിളി അതിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്നത്? എവിടെ നിന്നാണ് നിനക്കതിനെ കിട്ടിയത്? നീ അവിടെ അതിനെ കൊണ്ടുവെക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് സൃഷ്ടിചരാചരങ്ങളോട്, അതുപോലെ തന്നെ ജീവജാലങ്ങളോട്, എല്ലാറ്റിനോടും എല്ലാ അർത്ഥത്തിലും ആർദ്രമായി പെരുമാറിയ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവയോട് കാരുണ്യം കാണിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്ത മഹാനായ പ്രവാചകന്റെ വ്യക്തിത്വത്തെയാണ് നാം സ്വന്തം ജീവിതത്തിലൂടെ ആവിഷ്കരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രതിയോഗിയോട് പോലും ഇതേ സമീപനം സ്വീകരിച്ചോ. നിങ്ങൾക്കറിയാം, നേരത്തെ ഇവിടെ പലരും പരാമർശിച്ചതാണ് ജൂത പെൺകുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ജൂത പെൺകുട്ടി. ആ ജൂത പെൺകുട്ടി ഒരു ഘട്ടത്തിൽ അവരെ കാണാനില്ല എന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വാരിയെറിയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഒരു ദിവസം കാണാനില്ല. നാമൊക്കെയാണ് ആ സ്ഥാനത്ത് എങ്കിൽ നമ്മുടെ സമീപനം എന്തായിരിക്കും? മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയെ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ആ പെൺകുട്ടി സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ അഭിമുഖീകരിച്ചത് എന്തു പറ്റി സഹോദരി എന്ന് ചോദിച്ചിട്ടാണ്. ആ സ്ത്രീയെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വ്യക്തിത്വം സ്വാധീനിക്കുന്നത് ആ സമീപനത്തിൽ നിന്നാണ്. ഏറ്റവും നന്നായിട്ട് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. നേരത്തെ ശ്രീ പി സുരേന്ദ്രൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഫത്ഹ് മക്കയുടെ ഘട്ടത്തിൽ മക്കയിൽ നിന്ന് തങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ജനവിഭാഗം, അതുപോലെ തന്നെ മദീനയിലെത്തിയിട്ടും നിരന്തരമായി ഉപദ്രവിച്ച ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിനിടയിലേക്ക് ജയിച്ചടക്കി ജേതാവായിട്ട് വരുന്ന പ്രവാചകൻ, ആ ജേതാവായി കടന്നു വരുന്ന പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനല്ലാതെ ആശ്വസിക്കുവാൻ ഒരു വകയുമില്ല എന്ന് ഒരുപക്ഷെ മക്കക്കാർക്ക് വിചാരിക്കാമായിരുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അവർ പ്രവാചകരിൽ നിന്ന് ഒരിക്കലും അന്യായവും അനീതിയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന നീണ്ട 10-13 വർഷക്കാലത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയ ആ ജനതക്കിടയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം ഇദ്ഹബൂ അൻതും മുത്തലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രനാണ് എന്ന പ്രഖ്യാപനമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തിൻ്റെ ഏതേത് ദിക്കുകളിലുള്ള ഏതേത് ജനവിഭാഗത്തിനും 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തെ വിമർശനാത്മകമായ പഠനത്തിന് വിധേയമാക്കിയാൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു തലത്തെ എടുത്തുയർത്തി കാട്ടിയിട്ട് ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇത് പ്രകൃതി വിരുദ്ധമാണ്, ഇത് രാജ്യവിരുദ്ധമാണ്, ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചക നിന്ദയിലൂടെ രൂപപ്പെട്ടു വരുന്ന വിവാദങ്ങൾക്ക് മധ്യേ സ്വന്തം ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ നാവിൻ തുമ്പിലല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ വികാര പ്രകടനത്തിലല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ ജീവിതം കൊണ്ട് ആവിഷ്കരിക്കുവാൻ എനിക്കേതളവിൽ സാധ്യമാകുന്നു എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നാം ജീവിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലല്ല, നാം ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. യുദ്ധങ്ങൾ കാര്യം തീരുമാനിക്കുന്ന കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലല്ല, 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, അണുവായുധത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. അണുവായുധങ്ങൾക്ക് പകരം ഐഡിയോളജി പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് പകരം സമാധാനത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘർഷത്തിന് പകരം സഹവർത്തിത്വത്തെക്കുറിച്ച് സംസാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വംശീയതയ്ക്ക് പകരം മാനവികതയെക്കുറിച്ച് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ യുഗപ്പിറവിക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ഈ ബഹുമുഖമായ വ്യക്തിത്വത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഉദ്ഘോഷിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിധ്വനിച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മിസ്റ്റർ ബറാക് ഹുസൈൻ ഒബാമയും റോംനിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനകത്ത് 2 താല്പര്യങ്ങളാണ് മാറ്റുരച്ചത്. ബറാക് ഹുസൈൻ ഒബാമ ഒരു 2ാം വരവിന് പ്രാപ്തനാണോ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അതുപോലെ
തന്നെ വിപ്ലവവാക്യങ്ങളെല്ലാം കൈമോശം വന്ന ഒരു പക്ഷേ നിറം കെട്ട ഒരു ഒബാമയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഒബാമ രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ മറുഭാഗത്ത് റോംനിയാണ് എന്നുള്ളത് കൊണ്ടാണ്. റോംനി പ്രതിനിധീകരിച്ചത് യുദ്ധത്തെയാണ്, റോംനി പ്രതിനിധീകരിച്ച അധിനിവേശത്തെയാണ്, റോംനി പ്രതിനിധീകരിച്ചത് അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് ബാന്ധവത്തെയാണ്. ആഗോളതലത്തിൽ തന്നെയുള്ള ഈ രണ്ട് സമവാക്യങ്ങൾക്ക് മുമ്പിൽ ലോകം തെരഞ്ഞെടുത്തത്, അമേരിക്കൻ ജനത തെരഞ്ഞെടുത്തത് അല്പമെങ്കിലും സമാധാനത്തിന്റെ പാതയിലേക്ക് ചുവടുവെച്ച ബറാക് ഹുസൈൻ ഒബാമയുടെ പാതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മിസ്റ്റർ ബറാക് ഹുസൈൻ ഒബാമയ്ക്ക് പോലും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലും അദ്ദേഹത്തിന്റെ ശൈലിയിലും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് പോലും ലോകത്ത് സമാധാനത്തെക്കുറിച്ചും സംസാരിക്കേണ്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കാലഘട്ടം മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശം യുദ്ധത്തിന്റെ സന്ദേശമല്ല, ആയുധത്തിന്റെ സന്ദേശമല്ല, അണുബോംബിന്റെ സന്ദേശമല്ല, സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അടിത്തറയിൽ രൂപം കൊണ്ട വൈവിധ്യങ്ങളുടെ ആത്മീയാവിഷ്കാരത്തിലൂടെ ഒരു ജനത സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ഭൂമിക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവത്തിന്റെ സന്ദേശമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ബറാക് ഒബാമ പറഞ്ഞു അമേരിക്ക സ്നേഹിക്കപ്പെടുന്ന രാജ്യമാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ലോകത്തോട് ഉദ്ഘോഷിച്ചതാണ് അമേരിക്ക സ്നേഹിക്കപ്പെടുന്ന രാജ്യമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് ലോകത്തിന് പറയാനുള്ളത് അമേരിക്ക സ്നേഹിക്കുന്ന രാജ്യമായാലേ അമേരിക്ക സ്നേഹിക്കപ്പെടുന്ന രാജ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചു ലോകത്തിന് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ ജനതയുള്ളത്. സ്നേഹം കൊടുക്കാതെ സ്നേഹം ലഭിക്കുകയില്ല. ഫലസ്തീനികൾ അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇറാഖികൾ അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ, അഫ്ഗാനികൾ അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ, ക്യൂബൻ ജനത അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ, വെനുസ്വേലയിലെ ജനത അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ആഫ്രിക്കൻ നാടുകളിലെ പാവപ്പെട്ട ജനത അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ അവരോട് സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും സമീപനം സ്വീകരിക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്നേഹം പോലും അധിനിവേശ ശക്തികൾ ആയുധം വലിച്ചെറിഞ്ഞ് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ മഹാനായ പ്രവാചകൻ പ്രസക്തമാകുന്നത് എന്തുകൊണ്ട് എന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പ്രവാചകൻ സാധിച്ചെടുത്ത വിപ്ലവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ചോ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മഹാനായ പ്രവാചകൻ ഇസ്ലാമിക ദർശനത്തെ നമുക്ക് മുമ്പിൽ കൃത്യമായി പ്രതിനിധീകരിച്ചോ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ എവിടെയുണ്ട്? എല്ലായിടത്തുമുണ്ട്. ഖന്തക്കിൽ യുദ്ധത്തിന് കിടങ്ങൊഴിക്കുന്നിടത്ത് മഹാനായ പ്രവാചകനുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അതുപോലെ തന്നെ യാത്രാമധ്യേ വിറക് ശേഖരിക്കുന്ന, ഭക്ഷണം പാചകം ചെയ്യുന്നിടത്ത് വിറക് ശേഖരിക്കാൻ പ്രവാചകൻ പുറപ്പെടുന്നുണ്ട്. ആളുകൾ ചോദിക്കുന്നു, താങ്കൾ ലോകത്തിൻ്റെ പ്രവാചകനല്ലേ, അതുകൊണ്ട് താങ്കൾ ഒരു ഭാഗത്ത് മാറി നിൽക്കുകയല്ലേ വേണ്ടത്? അന്ന് പ്രവാചകൻ അവർക്ക് കൊടുത്ത ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സ്വന്തം അനുയായികളിൽ നിന്ന് വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കാതെ വ്യത്യസ്തതയുടെ ഒരു പുതിയ വെട്ടിത്തെളിയിച്ച മഹാനായ നേതാവാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. ജേതാവ്, ഏറ്റവും നല്ല ജേതാവ്, അത് മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബദറിൽ ജയിച്ച പ്രവാചകൻ തൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി തൻ്റെ വിധി കാത്തു കഴിയുന്ന നിരന്തരമായി പ്രവാചകനെ ഉപദ്രവിച്ച ഒരു ജനത പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് കേട്ടത് നിങ്ങൾക്ക് പോകാമെന്നുള്ള വർത്തമാനമാണ്. അതുപോലെ തന്നെ പരാജിതനായ പ്രവാചകൻ നുഹദിൽ അങ്ങേയറ്റം പാഠം ഉൾക്കൊള്ളുന്ന പ്രവാചകനാണ്. തൊഴിലാളിയായ പ്രവാചകനെ നിങ്ങൾ തൊഴിലാളിയെങ്കിൽ നിങ്ങൾക്ക് പ്രവാചകനിൽ ഏറ്റവും നല്ല ഒരു തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയും. അനുസരണയോടുകൂടി അട്ടിടയനായി ജീവിച്ച പ്രവാചകൻ ലോകത്തിന് മാതൃ നൽകുന്നത് ഒരു നല്ല തൊഴിലാളിയുടെ ചിത്രമാണ്. ഒരു കർഷകൻ എന്ന അർത്ഥത്തിൽ ഖൈബറിലും ഫദക്കിലും കൃഷി നടത്തുന്ന പ്രവാചകനെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഷാമിലേക്ക് ഖദീജ ബീവിയുടെ കച്ചവട സംഘവുമായി കച്ചവടത്തിന് പോകുന്ന മഹാനായ പ്രവാചകനിൽ നിങ്ങൾക്കൊരു കച്ചവടക്കാരനെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ദിവ്യ വെളിപാടുകൾക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന പ്രവാചകനിൽ അനുസരണയുള്ള ഗുരുവിനെ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു നല്ല ശിഷ്യനെ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹജറുൽ അസ്വദിന്റെ വിധി കാത്തു കഴിയുന്ന, അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ട ഒരു ജനതക്കിടയിൽ വളരെ മാന്യമായി തർക്കത്തിന് വിധി പറയുന്ന ഒരു ന്യായാധിപനെ നിങ്ങൾക്ക് ചരിത്രത്തിൽ പ്രവാചകനിൽ കണ്ടെത്താൻ കഴിയും. നല്ല ഒരു ഭർത്താവിനെ കണ്ടെത്താൻ കഴിയും. ഒരു നല്ല പിതാവിനെ, നിങ്ങൾക്കറിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ, ഏറ്റവും നല്ല ഒരു പിതാവിനെ, മക്കളോടൊപ്പം പോകുന്ന ഒരു പിതാവിനെ, മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ മഹാനായ പ്രവാചകനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഒരു നല്ല ഉപ്പൂപ്പയെ നിങ്ങൾ കണ്ടെത്താൻ കഴിയും. ഹസനെയും ഹുസൈനെയും ചുമലിൽ വെച്ച് നടക്കുന്ന പ്രവാചകൻ. അപ്പോൾ ആരാണ് പ്രവാചകൻ? പൗരോഹിത്യ
ജീവിതത്തിൻ്റെ ജാടയും മുടയാടയുമായി കഴിഞ്ഞുകൂടുന്നയാളല്ല പ്രവാചകൻ. അതുപോലെ തന്നെ സാധാരണക്കാരന് പ്രാപിക്കാൻ കഴിയാത്ത ഉത്തുംഗതയിൽ കഴിഞ്ഞുകൂടുന്നവനല്ല പ്രവാചകൻ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപുത്രൻ ഇബ്രാഹിമിൻ്റെ വിയോഗത്തിൻ്റെ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ചന്ദ്രന് ഗ്രഹണം ബാധിച്ചപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, ഇത് പ്രവാചകന്റെ ദിവ്യത്വത്തിൻ്റെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അമാനുഷികതയുടെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സൂര്യന് ഗ്രഹണം ബാധിക്കാം, അതുപോലെ തന്നെ ചന്ദ്രന് ഗ്രഹണം ബാധിക്കാം, അതൊരിക്കലും ഈ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. അന്ധവിശ്വാസത്തിൻ്റെ അടിവേരെടുത്തുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൻ്റെ അതിശക്തമായ തൗഹീദിൻ്റെ അടിസ്ഥാനം ലോകത്തിന് പകർന്നു കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു പോയത്. അപ്പോൾ ജീവിതത്തിൻ്റെ വൈവിധ്യമായ മേഖലകളിൽ ഇസ്ലാമിക ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം വ്യക്തിത്വത്തെ ഊതിക്കാച്ചിയെടുത്ത ലോകത്തിന് പിന്തുടരുവാവുന്നതും പിൻപറ്റാവുന്നതുമായ ഉജ്ജ്വലമായ വ്യക്തിത്വത്തെയാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്ത് ആധുനിക കാലഘട്ടം ആ വ്യക്തിത്വത്തെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്, ആ അർത്ഥത്തിലുള്ള വൈവിധ്യത്തെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഏകശിലാ സമൂഹമല്ല പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സൃഷ്ടിച്ചത് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ സൃഷ്ടിയാണ് പ്രവാചകൻ സാധിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ജനവിഭാഗത്തോടും മാതൃക നിങ്ങൾക്ക് പ്രവാചകനാണ് എന്ന് വിശുദ്ധ വേദഗ്രന്ഥം നമ്മോട് ഉദ്ഘോഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് 21-ാം നൂറ്റാണ്ട് മഹാനായ പ്രവാചകനെ വായിക്കുന്ന നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ട് മഹാനായ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ട് മഹാനായ പ്രവാചകന്റെ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശത്തെ ശിരസാ വഹിക്കുന്ന നൂറ്റാണ്ടാണ്. അതുകൊണ്ടാണ് ഈജിപ്തിൻ്റെ തെരുവിൽ നിന്ന് ഹുസ്നി മുബാറക്കിൻ്റെ സ്വേച്ഛാധിപത്യത്തോട് പടപൊരുതിക്കൊണ്ടിരിക്കെ കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ തലതൊട്ടപ്പൻ അവരുടെ തലവനായ ഒരു മുഖ്യ പുരോഹിതൻ ലോകത്തോട് പറഞ്ഞത്, ഞങ്ങൾ മഹാനായ മുഹമ്മദിനെ അംഗീകരിക്കുന്നു. ഇസ്ലാമിക് ഐഡിയോളജി ഒരുപക്ഷെ മുഹമ്മദ് അതിൻ്റെ പ്രവാചകനാകാം, അതിൻ്റെ പ്രബോധകനാകാം. പക്ഷേ ആ ഇസ്ലാമിക് ഐഡിയോളജിയുമായി കടന്നു വന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് ഒരു പുതുനാഗരികത സൃഷ്ടിക്കുന്നതിൽ ഞങ്ങളുടെ കൂടി വഴികാട്ടിയാണ് എന്ന് കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ പ്രതിനിധി ലോകത്തോട് മീഡിയകൾക്ക് മുമ്പിൽ ഉദ്ഘോഷിച്ചത് 21-ാം നൂറ്റാണ്ട് നമുക്ക് നൽകുന്ന അധ്യാപനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്തിൻ്റെ ദിക്കുകളിൽ നിന്ന് പ്രവാചക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ വിപ്ലവത്തിൻ്റെ പുതിയ വസന്തം വിരിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ടെററിസത്തിൻ്റെയും അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും മുദ്ര ഈ രാജ്യത്ത് പൊട്ടിച്ചിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ മുദ്ര ചാർത്തുന്നതിന് വേണ്ടിയുള്ള പാശ്ചാത്യത്തിൻ്റെയും സയനിസത്തിൻ്റെയും കൂട്ടായ യത്നത്തെ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ചര്യമുറുകെ പിടിച്ചുകൊണ്ട് തിരുത്തി കുറിക്കുവാൻ, അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ വ്യക്തിത്വ പ്രഭാവം കൊണ്ട്, ജീവിതത്തിൻ്റെ നന്മകൾ കൊണ്ട്, പ്രവാചകൻ ഉദ്ഘോഷിച്ച മൂല്യങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ ആധുനിക ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. മതത്തിൻ്റെ സങ്കുചിതമായ ചട്ടക്കൂടുകളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക, സാമുദായികതയുടെ അതിർവരമ്പുകളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക. റൈറ്റ് ഓർ റോങ് മൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വർഗീയതയോളം ചെന്നെത്താൻ സാധ്യതയുള്ള സാമുദായിക ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടല്ല ആധുനിക ലോകത്തെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കേണ്ടത്. അതുപോലെ തന്നെ അതിരുകൾ ഇട്ടുകൊണ്ട്, അതുപോലെ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനപരമായ ചട്ടക്കൂടുകൾക്കകത്ത് മാത്രം നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പൊതുമണ്ഡലത്തെ ഏതെങ്കിലും തോന്നിവാസികൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തുകൊണ്ട് ഉൾവലിയുന്ന ഒരു സമീപനവുമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിക്കേണ്ടത്. ബഹുമാന്യനായ നമ്മുടെ സുഹൃത്ത്, നമുക്കില്ലാത്ത തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മൂലമ്പള്ളിയിലും അതുപോലെ തന്നെ ചെങ്ങറയിലും എത്തിയിരിക്കുന്നത് വിശുദ്ധ വേദഗ്രന്ഥമാണ്. ചെങ്ങറക്കാരുടെ കൂടെ മഹാനായ പ്രവാചകനാണ്. തെരുവിൽ ആത്മീയതയുടെ സമരമുഖം തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആരാധനാ കേന്ദ്രങ്ങളിൽ ആത്മീയമായ കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്ന വിശ്വാസ സംഹിതയുടെ അതിശക്തമായ കരുത്തിൽ നിന്ന് തെരുവിൽ പുതിയ വിപ്ലവത്തിൻ്റെ വസന്തം വിരിയിക്കുവാൻ, ഈ രാജ്യത്ത് നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യ മക്കളുടെ കൂടെ നിൽക്കുവാൻ, മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാൻ, ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും നല്ല ശക്തിയും അതുപോലെ തന്നെ അതിശക്തമായ പ്രചോദനവുമായി മാറുവാൻ മഹാനായ പ്രവാചകനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, അത് നമ്മുടെ പാരമ്പര്യമാണ്, അത് പ്രവാചകന്മാർ
പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. അത് കേരളത്തിൽ നാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. പള്ളി ദർസുകളിൽ നിന്ന് നമുക്ക് അവരതാണ് പകർന്നു തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി പടവെട്ടുന്നത് ജിഹാദാണ് എന്ന് പഠിപ്പിച്ച സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ പുതിയ വിപ്ലവത്തിൻ്റെ ശലഭങ്ങളാകുന്നതിന് നാം നമ്മുടേതായ യത്നം, നമ്മുടേതായ അധ്വാന പരിശ്രമം ചിലവഴിക്കുക. അതാണ് നമ്മിൽ നിന്ന് പ്രവാചകൻ താല്പര്യപ്പെടുന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞല്ലോ, ലോകത്ത് ഫിത്നകൾ ഉണ്ടാകും, ലോകത്ത് ഫസാദുകൾ ഉണ്ടാകും. മൻ തമസ്സക സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്. നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവോ എങ്കിൽ പ്രവാചകന്റെ വചനത്തെ നമ്മൾ ശിരസ വഹിക്കുക. മൻ തമസ്സക സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആര് മുറുകെ പിടിച്ചുവോ, ഇൻദ ഫസാദി ഉമ്മത്തി, എൻ്റെ സമുദായം വ്യതിചലനത്തിൻ്റെയും അപഭ്രംശത്തിൻ്റെയും ഛിദ്രതയുടെയും തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഘട്ടത്തിൽ ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്, അത്തരത്തിലുള്ള ആളുകൾക്ക് 100 ഷഹീദിൻ്റെ രക്തസാക്ഷിയുടെ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകന്റെ ചര്യകളെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് പ്രഭചൊരിഞ്ഞുകൊണ്ട് ലോകത്ത് വെളിച്ചത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കണം, സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അറിവിൻ്റെ ഉറവുകൾ പൊട്ടിയൊഴുകിയ ഈ മഹാസമ്മേളനത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഖത്തറിലെ മലയാളി പ്രവാസി സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം എഴുതി ചേർത്ത ഈ സമ്മേളനം നമുക്ക് മനസ്സിലൊരോർമ്മയായി സൂക്ഷിക്കാം.